ജ്വാല. അപ്പോൾ മക്കളെല്ലാവരും SSLC മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ക്ഷേമത്തിൽ ഇരിക്കുകയായിരിക്കുന്ന മിസ്സിന് അറിയാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാം തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കുട്ടി വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ചിലപ്പോൾ അറിയാത്തായിരിക്കും. പറയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും എന്റെ കുട്ടികൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത്തവണത്തെ മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു ഇതേ പാറ്റേണിൽ. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തരും 2, 5, 8 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണിയിലെ പദമായത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഈസ് എ ടേം? അതായത് ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആയിട്ട് വരാൻ സാധ്യതയുള്ളത് വരുന്നത് ഇതിൽ ഏതാണ്? ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്താൽ മതി. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സീക്വൻസ് നോക്കിക്കേ. 2, 5, 8 എക്സെട്ര. ഇതാണ് നമ്മുടെ എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 5 - 2 എന്ന് പറയുമ്പോൾ 3 ആണ് അല്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് വരുന്നത്. ഇനി ഈ കോമൺ ഡിഫറൻസ് നമ്മുടെ ഈ ടേംസും തമ്മിലുള്ള ബന്ധം എന്താ? ഈ കോമൺ ഡിഫറൻസ് ടേംസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഓരോ ടേമിനെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ നമുക്ക് 2 ആണ് കിട്ടുന്നത് അല്ലെ? നമ്മൾ ഈ ടേംസിനെ എല്ലാം തന്നെ നമ്മൾ 3 കൊണ്ട് കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിമൈൻഡർ എന്ന് പറയുന്നത്, മിച്ചം അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് കിട്ടുന്നത് 2 ആണ്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്നത് ആരാണോ ആൾ എന്തായാലും ഈ സീക്വൻസിൽ ടേം ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, 22 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 1 ആണ് വരിക, 32 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 2 ആണ് വരിക. സോ ഓപ്ഷൻ ബി 32 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ഏതാണ്? 10, 16, 22 ഇങ്ങനെ നമുക്ക് ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ക്യാൻ ബി ദ ഡിഫറൻസ്? ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഡിഫറൻസ് ആവുന്നത്, 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാകാവുന്നത് ചുവടെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്? ഇവിടെ നമ്മുടെ കോമൺ ഡിഫറൻസ് ഏതാ? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 10 നിന്ന് 16ലേക്ക് വരുമ്പോൾ 6 ആണ് നമ്മൾ ആഡ് ചെയ്തത്. 10 നിന്ന് 22ലേക്ക് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്തത് എത്രയാണ്? +12 ആണ് നമ്മൾ ആഡ് ചെയ്തത്. 6ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇവിടെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് വരുന്നത് അല്ലെ? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഇവിടെ ഡിഫറൻസ് ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ 6ന്റെ മൾട്ടിപ്പിൾ ഈ തന്നിട്ടുള്ളതിൽ ആരാന്ന് നോക്കിയാൽ മതി. ഇവിടെ നമ്മുടെ 6ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 48 ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഇതെല്ലാം തന്നെ 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മോഡൽ എക്സാമിന് വന്നാണ്. 7, 11, 15 എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഈ സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം, അതായത് ബീജഗണിത രൂപമാണ് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞത്. ഓൾജിബ്രൈക് ഫോം എങ്ങനെ നമ്മൾ എഴുതാം? xn = dn + f - d. ഇതാണ് നമ്മുടെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ d എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്കറിയാം 7 ആണ് അല്ലെ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 7 ആണ്. കോമൺ ഡിഫറൻസ് എന്താ? കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 11 - 7 that is common difference is equal to 4 അല്ലെ? അപ്പൊ d എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് 4 ആണെന്ന് കിട്ടി. ഇനി ഇതിവിടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ 4n + f - d എന്ന് പറയുമ്പോൾ 7 - 4 അല്ലെ? 7 - 4 എന്നാണ് വരിക. ദാറ്റ് ഈസ് 4n + 3. ഇതായിരിക്കും നമ്മുടെ എന്ന് പറയുന്നത് nth ടേം അല്ലെങ്കിൽ ആൾജിബ്രൈക് ഫോം, ബീജഗണിത രൂപം എന്ന് പറയുന്നത് ഏതാണ്? 4n + 3. അപ്പൊ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഈസി ആണല്ലോ? അപ്പൊ സിമ്പിൾ ആണ് മക്കളെ ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. ദെൻ അടുത്തത്, ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 25, 8th ടേം എന്ന് പറയുന്നത് 25 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 12th ടേം എന്ന് പറയുന്നത് എന്താണ്? 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 12th ടേം 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ 16th ടേം, ഈ ശ്രേണിയിലെ 16ാം പദം. വാട്ട് ഈസ് ദ 16th ടേം ഓഫ് ദ സീക്വൻസ്? അപ്പൊ നമ്മൾ എങ്ങനെയാണ് 16ാമത്തെ പദം കണ്ടുപിടിക്കുക? 12ാമത്തെ ടേം നമുക്കറിയാം, 12th ടേം നമുക്കറിയാം. അപ്പൊ 12th ടേം നമുക്കറിയാമെങ്കിൽ 12th ടേമിന്റെ കൂടെ ഒരു 4d 4 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ? 12 + 4 എന്ന് പറഞ്ഞാൽ 16 അല്ലേ? അപ്പൊ 12th ടേമിന്റെ കൂടെ 4 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ 16th ടേം കിട്ടും. അപ്പൊ x12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 30 ആണ്. +4d എന്താ? അത് നമുക്കറിയില്ല മക്കളെ. x8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? x1ന്റെ കൂടെ 7d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 25 കിട്ടുക. അതേപോലെ x12 എന്ന് പറഞ്ഞാലോ x1ന്റെ കൂടെ 11d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 30 കിട്ടുക.
ഈ രണ്ട് ഇക്വേഷൻസിനെ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. അപ്പൊ x1 പ്ലസ് 11d എന്ന് പറയുന്നത് 30 ആണ്. അതേപോലെ തന്നെ x1 പ്ലസ് 7d എന്ന് പറയുന്നത് എന്താണ് 25 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 4d is equal to 5 എന്ന് കിട്ടും അല്ലെ. 30 മൈനസ് 25 എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ 4d is equal to 5 എന്ന് കിട്ടി. ഈ 4dയുടെ വാല്യൂ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. സോ എന്തായിരിക്കും വരിക? 4d എന്ന് പറയുന്നത് 5 ആണ്. സോ 30 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 35 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി 35 ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതുപോലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതൊക്കെ നമ്മുടെ എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ 1 മാർക്ക് ആണെങ്കിൽ പോലും ഈ ഓരോ മാർക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ദെൻ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമല്ല 4 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുപോലെ വരാറുണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. The second term of an arithmetic sequence is 5. ഒരു സീക്വൻസിന്റെ ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ 6 പദങ്ങളുടെ തുക 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് S6 എന്ന് പറയുന്നത് 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, S6 എന്ന് പറയുന്നത് 60 ആണ്, X2 എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? സെക്കൻഡ് ടേമിന്റെയും ഫിഫ്ത്ത് ടേമിനെയും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുക എന്നാണ് ചോദ്യം. മക്കളെ, S6 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? S6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X1 പ്ലസ് X2 പ്ലസ് X3 പ്ലസ് X5 X4 പ്ലസ് X5 പ്ലസ് X6 ആദ്യത്തെ 6 ടേംസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ 60 എന്ന് പറയുന്നത് അല്ലെ. ആദ്യത്തെ 6 ടേംസ്. അപ്പൊ ഇവരെ നമ്മൾ ഇതേപോലെ പെയർ ആക്കുമ്പോൾ X1ഉം S6ഉം X2ഉം X5ഉം X3ഉം X4ഉം അല്ലെ 3 പെയേഴ്സ് ഉണ്ട് അല്ലെ. 3 പെയേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സം എന്ന് പറയുന്നത് 60 ആണ് അല്ലെ. സം എന്ന് പറയുന്നത് 60 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ X2 പ്ലസ് X5 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 60നെ ടോട്ടൽ നമുക്ക് ഇവിടെ എത്ര പെയേഴ്സ് ഉണ്ടെന്ന് നോക്കാം അല്ലെ. ടോട്ടൽ നമുക്ക് ഇവിടെ എന്താണ്? എത്ര പെയേഴ്സ് ഉണ്ട്? ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 3 പെയേഴ്സ് നിങ്ങൾക്ക് കാണാം. ഈ 60 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ നമ്മുടെ ഈവൺ നമ്പർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. ഇതിന് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 6 ടേംസ് നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് 60 വന്നിട്ടുള്ളത്. 6 ടേംസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 60 വന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതിൽ ഒരെണ്ണത്തിന്റെ, അതായത് നമ്മുടെ ഒരു പെയറിന്റെ സം അല്ലെ. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു പെയറിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു പെയറിന്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 60നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ മക്കൾ ഇത് ചെയ്യാനായിട്ട്? അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ സം എന്ന് പറയുന്നത് 60 ആണ്. നമുക്ക് ടോട്ടൽ 3 പെയേഴ്സ് ഉണ്ട്. അതിൽ ഒരു പെയറിന്റെ സം കിട്ടാൻ വേണ്ടിയിട്ട് X2 പ്ലസ് X5 കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമ്മിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പെയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് ഇത് എങ്ങനെയായിരിക്കും കിട്ടുക? 60നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 അല്ലെ. 20 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ദെൻ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്മുടെ ഫിഫ്ത്ത് ടേം? ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിട്ടുള്ള സമ്മ് നമുക്കറിയാലോ, ഇത് 20 ആണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് X5 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നോക്കിക്കോളൂ, X2 പ്ലസ് X5 എന്ന് പറയുന്നത് 20 ആണെങ്കിൽ വാട്ട് ഈസ് X5? X5 എന്ന് പറയുന്നത് 20 മൈനസ് X2, ദാറ്റ് ഈസ് 20 മൈനസ് X2 എന്ന് പറയുന്നത് 5 ആണ്. സോ X5ന്റെ ആൻസർ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 15. X5 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 15 ആണെന്ന് കിട്ടി അല്ലെ. അപ്പൊ X2 എന്ന് പറയുന്നത് 5 ആണ്, X5 എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആൻസർ ആയല്ലോ, അത് കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അപ്പൊ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. അടുത്തത് വാട്ട് ഈസ് ദ സം ഓഫ് ദ 15 ടേം? അതായത് ആദ്യത്തെ 15 ടേംസിന്റെ സം എന്ത്? X15 ആണ് ചോദിച്ചിട്ടുള്ളത്. X15 ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 15 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ്. 15 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ S15 കണ്ടുപിടിക്കാനായിട്ട്, ഈ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ മിഡിൽ ടേമിനെ അല്ലെ, സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് നമ്മൾ ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എളുപ്പത്തിൽ കിട്ടും അല്ലെ. മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ആകെ 15 പദങ്ങൾ ഉണ്ടെങ്കിൽ, ആകെ 15 ടേംസ് ഉണ്ടെങ്കിൽ അതിലത്തെ മിഡിൽ ടേം ആയിട്ട് വരുന്നത് ആരായിരിക്കും?
എട്ടാമത്തെ ടേം ആയിരിക്കും. 15 + 1 16ന്റെ പകുതി 8. അപ്പൊ ആകെ 15 ടേംസ് ഉണ്ടെങ്കിൽ അതിലത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് എട്ടാമത്തെ ടേം ആണ്. അപ്പൊ x8ന് നമ്പർ ഓഫ് ടേംസ് 15 ആണ്. 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് x8 അറിയോ? x8 നമുക്ക് അറിയില്ല. നമുക്ക് ആകെ അറിയാവുന്നത് x2 എന്താണെന്ന് അറിയാം, x5 എന്താണെന്ന് അറിയാം. x2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ആണ്. x5 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 15 ആണ്. കണ്ടില്ലേ? x2 5 ആണ്, x5 എന്ന് പറഞ്ഞാൽ 15 ആണ്. നമുക്ക് വേണ്ടത് x8. ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കിക്കേ. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? x2ന്റെ കൂടെ നമ്മൾ ഒരു 3D ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു x5 കിട്ടുന്നത്. ഈ x5ന്റെ കൂടെ എഗെയിൻ നമ്മൾ 3 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? x8 കിട്ടുക. അപ്പൊ ഈ 3D എന്ന് പറയുന്നത് ഇവിടെ 5 എങ്ങനെയാ 15 ആയത്? +10 ചെയ്തപ്പോൾ. അപ്പൊ അതേ +10 തന്നെ നമ്മൾ ഇവിടെയും ചെയ്താൽ മതി അല്ലേ? അപ്പൊ x8 എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പൊ x8 എന്ന് പറയുന്നത് ഈ 15ന്റെ കൂടെ ഒരു 10 കൂട്ടുക. സോ ആൻസർ എന്തായിരിക്കും? 25. 25 ആയിരിക്കും നമ്മുടെ എട്ടാമത്തെ ടേം എന്ന് പറയുന്നത്. 25 ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? 25 ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? എട്ടാമത്തെ ടേം എന്ന് പറയുന്നത്. അപ്പൊ 25ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ ആയി. 25നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് എന്താ നോക്കി നോക്കാം. 25 × 15 അല്ലെ? 5 5s are 25. 5 ഇവിടെ എഴുതി. ഇവിടെ നമുക്ക് 125 കിട്ടി. ദെൻ ഇവിടെ 5, ഇവിടെ 2, സോ ഇവിടെ 5 7, ഇവിടെ നമുക്ക് 4 അല്ലെ? നമുക്ക് കിട്ടും എത്രയാണ്? കറക്റ്റ് തന്നെയല്ലേ? 5 5s are 25. 5 ഉണ്ട്, ബാക്കി 2 ഉണ്ട്, 5 2 10 12, 1 5 5, 1 2 2, ദാ ഇവിടെ 5 7, ഇവിടെ നമുക്ക് 3 375 കേട്ടോ. ഓക്കെ, 375 ആയിരിക്കും നമുക്ക് കിട്ടുക. 375 ആയിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എഴുതാം. എത്രയാണ്? 375 ഈസ് അവർ ആൻസർ. കിട്ടിയല്ലോ? എളുപ്പമാണല്ലോ മക്കളെ. അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ S15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15/2 ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക, ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുക, അങ്ങനെ ഒന്നും പോകണ്ട. ഇതേപോലെ നമുക്ക് നമ്പർ ഓഫ് ടേംസിന്റെ ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ. നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ എന്താണ്, നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ എന്താണ്, ആ റിലേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. കാരണം ഈ റിലേഷൻ നിങ്ങൾക്ക് അറിയുമോ? അതായത് നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ എന്താണ്, നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ എന്താണ്, ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് അറിയാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഷുവർ ആയിരിക്കും കേട്ടോ. ദെൻ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. 5 8 11 എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. 4 7 10 എന്ന് പറയുന്ന വേറൊരു സീക്വൻസ് ഉണ്ട്. രണ്ട് സീക്വൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ടേം ഓഫ് ദ ഫസ്റ്റ് സീക്വൻസ് ബൈ 3? ഫസ്റ്റ് സീക്വൻസിലുള്ള എല്ലാവരെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്താ കിട്ടുക? 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 2 ആണ് കിട്ടുക. അപ്പൊ 2 ഈസ് ദ റിമൈൻഡർ. അതേപോലെ തന്നെ വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ടേം ഓഫ് ദ സെക്കൻഡ് സീക്വൻസ് by 3? സെക്കൻഡ് സീക്വൻസിലുള്ള ആൾക്കാരെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി 2 ആണ്, ഇവിടെ നമുക്ക് 1 ആണ്. അടുത്തത്, പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ഈച്ച് ടേം ഓഫ് ദ ഫസ്റ്റ് സീക്വൻസ് ഈസ് ദ ടേം ഓഫ് ദ സെക്കൻഡ് സീക്വൻസ്. എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗം. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു അല്ലെ? ആദ്യത്തെ സീക്വൻസിലുള്ള എല്ലാവരുടെയും സ്ക്വയർ കണ്ടുപിടിച്ചാൽ ആ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ സെക്കൻഡ് സീക്വൻസിൽ വരും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സീക്വൻസിലുള്ള ആൾക്കാരെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണെങ്കിൽ ഇവിടെ എനിക്ക് ജനറലൈസ് ചെയ്തെന്ന് പറയാം, 3n + 2 എന്ന് എഴുതാലോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 2 കിട്ടുന്നു, 3n + 2 എന്ന് ജനറലൈസ് ചെയ്ത് എഴുതാം. അതേപോലെ അടുത്തത് എന്തായിരിക്കും വരിക? ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്, സോ 3n + 1 എന്ന് വരും. അപ്പൊ 3n + 2ന്റെ സ്ക്വയർ നിങ്ങൾ എടുക്കുക. 3n + 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 9n² പ്ലസ്, അതായത് ഇങ്ങനെയാണ് വരിക, 3n whole square plus 2 into 3n into 2 plus 2ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 9n² പ്ലസ് ഇവിടെ 4 3 12 12n പ്ലസ് ഇവിടെ എന്തെന്ന് വരും? നമുക്ക് 4 എന്ന് വരും. അപ്പൊ ഇതിന് എനിക്ക് 9n² പ്ലസ് 12n പ്ലസ് 3 പ്ലസ് 1 എന്ന് എഴുതാം അല്ലെ? 4ന് പകരം ഞാൻ എന്തെന്ന് എഴുതി? 3 + 1 എന്ന് എഴുതി. ഇത്രയും ആൾക്കാർ 3യുടെ മൾട്ടിപ്പിൾസ് അല്ലേ? അപ്പൊ 3n + 1 എന്ന് എഴുതി കൂടെ. അപ്പൊ ഇത് ഇവിടുത്തെ ടേം ആയി. ടേം ഇൻ സെക്കൻഡ് സീക്വൻസ്, രണ്ടാമത്തെ സീക്വൻസിലുള്ള ടേം ആയിട്ട് മാറി. അത്രേ ഉള്ളൂ. സിമ്പിൾ പ്രൂഫ് ആണ്. ജനറലൈസ് ചെയ്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 4 മാർക്കിന് ഇതേപോലത്തെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിത് പഠിച്ചിരിക്കണം. ആൻഡ് അവസാനമായിട്ട് നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇതിന്റെ ഒരു പാർട്ട്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരും. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ വേണം കണ്ടുപിടിക്കാൻ കേട്ടോ. ദ സം ഓഫ് ദ സെക്കൻഡ് ആൻഡ്
18th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സെക്കൻഡ് ടേമിന്റെയും 18th ടേമിന്റെയും സം എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സം ഓഫ് ദ 7th and 13th ടേം? അപ്പൊ നിങ്ങൾ നോക്കിക്കുക, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? 7th ടേമിന്റെയും 13th ടേമിന്റെയും സം എന്തായിരിക്കും? മകൾ ഇവിടെ 2 + 18 പൊസിഷൻ സം എന്താ? 20. ഇവിടെ 7 + 13 അവിടെയും പൊസിഷൻ സം നിങ്ങൾക്ക് എന്താ വരിക? 20 ആണ് വരിക. പൊസിഷൻ സം സെയിം ആണെങ്കിൽ ടേംസിന്റെ സമ്മും എന്തായിരിക്കും? സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ x2 + x18 എന്താണോ അത് തന്നെയാണ് x7 + x13 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 40. അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ 10th ടേം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ 10th ടേം? x7 മുതൽ x13 വരെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ x7, x8, x9, x10, x11, x12, x13 വരെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഇതിൽ x10 എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ നോക്കിക്കേ, നിങ്ങൾ ഇങ്ങനെ പെയർ ചെയ്യുന്ന സമയത്ത് x10 എന്ന് പറയുന്നത് ഇവിടുത്തെ എന്ത് ടേം ആയിട്ടാണ് വരുന്നത്? മിഡിൽ ടേം ആണ്. x10 എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? മിഡിൽ ടേം ആണ് അല്ലെ? മിഡിൽ ടേം ആയതുകൊണ്ട് തന്നെ x10 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ x7 + x13 ഓൾറെഡി ഉണ്ടല്ലോ, അതിന് നമ്മൾ by 2 ചെയ്താൽ മതി. x10 മിഡിൽ ടേം അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് വരും? 40/2 എന്ന് പറയുമ്പോൾ ആൻസർ എന്തായിരിക്കും? 20. ഇതായിരിക്കും നമ്മുടെ 10th ടേം എന്ന് പറയുന്നത്. 20 ആയിരിക്കും നമ്മുടെ എന്ന് പറയുന്നത് 10th ടേം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോംവർക്ക് തരികയാണ്. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. കാരണം ഇത്രയേ ഉള്ളൂ, 4th ടേമിനെയും 5th ടേമിനെയും 6th ടേമിനെയും എല്ലാം കൂടി ആഡ് ചെയ്താൽ x4 + x5 + x6 ഇതെന്ന് പറയുന്നത് 90 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 3 ടേംസ് ആഡ് ചെയ്തു. 3 ടേംസ് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്ത 5th ടേം ആണ് ചോദിച്ചത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒക്കെ മിസ് പറഞ്ഞുതരാം. 5th ടേം ചോദിച്ചു. അപ്പൊ ഇതെന്താണ്? 5th ടേം എന്ന് പറയുമ്പോൾ ഇവിടെ 3 ടേംസ് ഉണ്ട്. 3 ടേംസ് ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തത്. 3 ടേംസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 90 ആണ് കിട്ടിയത്. 3 എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പർ ആണ് അല്ലെ? 3 ടേംസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 90. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ മിഡിൽ ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? ഈ 90നെ നമ്പർ ഓഫ് ടേംസ്, 3 ടേംസിലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് x5 എന്ന് പറയുന്നത് 30 കിട്ടും. x5 എന്ന് പറയുന്നത് 30 കിട്ടും. കാരണം ഇവിടെ 3 ടേംസ് ആഡ് ചെയ്തു. 3 ടേംസ് പറയുമ്പോൾ ഒരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ ഓഡ് നമ്പറിന്റെ സമ്മ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളടുത്ത് മിഡിൽ ടേം ചോദിച്ചാൽ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് 90/3 എന്ന് കിട്ടി. അടുത്ത വാട്ട് ഈസ് ദ സം ഓഫ് ദ 9 ടേംസ്? നമ്മുടെ അടുത്ത് എന്ത് ചോദിച്ചിട്ടുണ്ട്? S9 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. S9 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓഡ് നമ്പർ അല്ലേ? ഓഡ് നമ്പർ സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മിഡിൽ ടേം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? x5 ആണ്. x5നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 30 × 9 എന്ന് പറയുമ്പോൾ 270 കിട്ടും. ഇതുവരെ ഞാൻ പറഞ്ഞു തന്നെ. അപ്പൊ അവസാനത്തെ ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾക്ക് ചെയ്യാലോ. അവസാനത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ 5 ആയിട്ട് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ്? ഓക്കെ, എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ നമുക്ക് ഓൾറെഡി x5 എന്ന് പറയുന്നത് 30 ആണെന്ന് അറിയാം. കോമൺ ഡിഫറൻസ് നിങ്ങൾ എടുക്കേണ്ടത് 5 ആണ്. നിങ്ങൾ കോമൺ ഡിഫറൻസ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു വീഡിയോന്റെ താഴെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇതിന്റെ ആൻസർ എന്ത്? 5th ടേം നമുക്കറിയാം, കോമൺ ഡിഫറൻസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് ടേം എന്നുള്ളത് ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോന്റെ താഴെ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരുവിധം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ മോഡലും, അതായത് നമ്മുടെ സമ്മിന്റെ ആയാലും ഓഡ് നമ്പറിന്റെ കേസ് ആയാലും ഈവൻ നമ്പറിന്റെ കേസ് ആയാലും നമ്മുടെ nth ടേം കണ്ടുപിടിക്കുന്നത്, കോമൺ ഡിഫറൻസ്, അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. ഇനി പുതിയ പുതിയ വീഡിയോസിലൂടെ പുതിയ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇനി എന്റെ കുട്ടികൾക്ക് ഏത് ചാപ്റ്റർ ആണ് വേണ്ടത്, ഏത് ചാപ്റ്റർ എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് എന്നുള്ളത് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? എല്ലാവരും താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ ആൻസർ കൂടി കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.